ഹലോ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്കുള്ളൊരു പേപ്പറാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അതിനകത്തെ 4th മോഡ്യൂളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ഡ്രാമ. ഇത് നോക്കുന്നത് കുറച്ച് ഡ്രമാറ്റിസ്റ്റിനെയാണ്. ആദ്യത്തെ ഡ്രമാറ്റിസ്റ്റ് വിജയ് ടെൻഡുൽക്കർ. നോക്കാം. വിജയ് ദൊന്തോപാൻറ്റ് ടെൻഡുൽക്കർ. He was born in 6th January 1928 and died in 19th May 2008. He was a leading Indian playwright, movie and television writer, literary essayist, political journalist and social commentator primarily in Marathi. വിജയ് ടെൻഡുൽക്കർ ഒരു പ്ലേറൈറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു മൂവി ടെലിവിഷൻ റൈറ്റർ കൂടെയാണ്. അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ കൂടെയാണ്, ലിറ്റററി എസ്സേയിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, ഒരു സോഷ്യൽ കമൻറ്റേറ്റർ കൂടെയാണ്. കൂടുതൽ അദ്ദേഹം എഴുതുന്നത് മറാത്തിയിലാണ്. ഹിസ് മറാത്തി പ്ലേസ് എസ്റ്റാബ്ലിഷ്ഡ് ഹിം ആസ് എ റൈറ്റർ ഓഫ് പ്ലേസ് വിത്ത് കണ്ടംപററി അൺകൺവെൻഷണൽ തീംസ്. അദ്ദേഹം മറാത്തി റൈറ്ററാണെന്ന് പറഞ്ഞു. കൂടുതൽ അദ്ദേഹം മറാത്തിയിലാണ് എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കൈകാര്യം ചെയ്തിരുന്നത് കണ്ടംപററി ആയിട്ടുള്ള, അതായത് അൺകൺവെൻഷണൽ ആയിട്ടുള്ള തീംസ് ആയിരുന്നു. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് പ്ലേസ് ശാന്തത കോട്ട് ചലു ആഹെ. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: സൈലൻസ്, ദ കോട്ട് ഈസ് ഇൻ സെഷൻ. അതുപോലെ ഗാഷിറാം കൊത്വൽ ആൻഡ് സഖാരം ബൈൻഡർ, ഇത് മൂന്നും അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. Many of Tendulkar's plays derived inspiration from real life incidents or social upheavals which provide clear light on harsh realities. He has provided guidance to students studying playwriting in US universities. Tendulkar was a dramatist and theatre personality in Maharashtra for over 5 decades. അദ്ദേഹം സെലക്ട് ചെയ്ത തീംസ് എന്ന് പറയുന്നത് അൺകൺവെൻഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ ആ ഒരു ഇൻസ്പിറേഷൻ അദ്ദേഹം എടുത്തിട്ടുള്ളത് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നാണ്. അതുപോലെ സൊസൈറ്റി നടക്കുന്ന പല ഇൻസിഡൻസും അതിൽ നിന്നൊക്കെ പ്രചോദനം എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല പ്ലേസിൻ്റെയും തീംസ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം US യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് പ്ലേ റൈറ്റിങ്ങിൻ്റെ ഗൈഡൻസ് കൊടുക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 5 ഡെക്കേഡ്സ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഒരു വളരെ ഫേമസ് ആയ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് വർക്ക് ചെയ്തു. ടെൻഡുൽക്കർ ബിഗാൻ ഹിസ് കരിയർ റൈറ്റിംഗ് ഫോർ ന്യൂസ് പേപ്പേഴ്സ്. ഹി ഹാഡ് ഓൾറെഡി റിട്ടൺ എ പ്ലേ, ഹു ഈസ് ഗോയിങ് ടു ലവ് മീ, ആൻഡ് ഹി റോട്ട് ദ പ്ലേ ദ ഹൗസ് ഹോൾഡർ ഇൻ ഹിസ് ഏർലി 20s. The later did not receive much recognition from the audience and he vowed never to write again. അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ഫോർ റൈറ്റിംഗ് ന്യൂസ് പേപ്പേഴ്സ്. ഈ സമയത്ത് അദ്ദേഹം ഒരു പ്ലേ എഴുതിയിരുന്നു, ഹു ഈസ് ഗോയിങ് ടു ലവ് മീ, അങ്ങനൊരു പ്ലേ അദ്ദേഹം എഴുതിയിരുന്നു. അതുപോലെ അദ്ദേഹം എഴുതിയിട്ടുള്ള വേറൊരു പ്ലേ ആണ് ദ ഹൗസ് ഹോൾഡർ, ഗൃഹസ്ഥ. അത് അദ്ദേഹത്തിൻ്റെ ഏർലി 20s എഴുതിയതാണ്. പക്ഷേ അത് അത്രത്തോളം ഒരു ഓഡിയൻസ് എന്നൊരു റെക്കഗ്നീഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി എഴുതില്ല എന്ന് അദ്ദേഹം ഒരു ചെയ്തു. ബ്രേക്കിംഗ് ദ വൗ in 1956 he wrote Srimant, which established him as a good writer. Srimant jolted the conservative audience of the times with its radical storyline wherein an unmarried young woman decides to keep her unborn child while her rich father tries to buy her a husband in an attempt to save his social prestige. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നു in 1956. അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു പ്ലേ ആണ് ശ്രീമന്ത്. അപ്പം അതിനകത്ത് ആ ഒരു കഥയെന്ന് പറയുന്നത്, ശരിക്കും ആ ശ്രീമന്ത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ലൈൻ, അത് ആ സമയത്തുള്ള കൺസർവേറ്റീവായ ഓഡിയൻസിനെ അത് ഒരുപാട് പിടിച്ച് കുലുക്കിയ ഒരു സ്റ്റോറിയായിരുന്നു. അതിന് കഥയെന്ന് പറയുന്നത് അൺമാരീഡ് ആയിട്ടുള്ള ഒരു വുമൺ അവിടെ അൺബോൺ ചൈൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവൾ ശ്രമിക്കുന്നു. അതേസമയത്ത് അവളുടെ ഫാദർ അവൾക്ക് വേണ്ടി ഒരു ഹസ്ബൻഡിനെ വാങ്ങാനായിട്ട്, അതായത് കണ്ടെത്താനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്, ടു സേവ് ഹിസ് സോഷ്യൽ പ്രസ്റ്റീജ്. ഇപ്പോൾ സൊസൈറ്റിയിൽ അവരുടെ ഒരു വില നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ആ സമയത്ത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ചില തീംസൊക്കെയാണ് അദ്ദേഹം അന്ന് പ്ലേ ആയിട്ട് സെലക്ട് ചെയ്തത്.
Tendulkar wrote the play The Vultures in 1961, but it was not produced until 1970. The play was set in a morally collapsed family structure and explored the theme of violence. In his following creations, Tendulkar explored violence in its various forms: domestic, sexual, communal, and political. Thus, The Vultures, Githade, proved to be a turning point in Tendulkar's writings with regard to establishment of his own unique writing style. 1961 അദ്ദേഹം വീണ്ടും ഒരു പ്ലേ എഴുതി ദ വൾച്ചേഴ്സ്. അത് 1970 വരെ അതൊരു പ്ലേ ആയിട്ട് ആക്ട് ചെയ്യപ്പെട്ടില്ല. ആ പ്ലേ കൈകാര്യം ചെയ്ത തീമെന്ന് പറയുന്നത് വയലൻസ് ആയിരുന്നു. അതിനുശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ പല ഡ്രാമകളും കൈകാര്യം ചെയ്ത തീംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വയലൻസ് ആയിരുന്നു. അത് ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ സെക്ഷൽ, കമ്മ്യൂണൽ, പൊളിറ്റിക്കൽ വയലൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു തീമായിരുന്നു. പ്രത്യേകിച്ച് വയലൻസ് എന്ന തീമാണ് അദ്ദേഹം കൂടുതലും അതിനുശേഷം സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദ വൾച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഡ്രാമ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് നമുക്ക് കണക്കാക്കാം. Based on a 1956 short story, Traps by Frederick Durman, Tendulkar wrote the play Shandada, Court Chalu Ahe, Silence, the Court is in Session. It was presented on the stage for the first time in 1967 and proved as one of his finest works. സത്യദേവ് ഷോർട്ട് സ്റ്റോറി, ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ കഥയുടെ ബേസിൽ ഇദ്ദേഹം ടെണ്ടുൽക്കർ എഴുതിയിട്ടുള്ളൊരു പ്ലേ ആണ് ശാന്തത, കോർട്ട് ചലു ആഹെ, അല്ലെങ്കിൽ സൈലൻസ്, ദ കോർട്ട് ഈസ് ഇൻ സെഷൻ. അത് 1967 ആദ്യമായിട്ടത് പ്രസൻറ്റ് ചെയ്തത്. ഈ ഒരു പ്ലേ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളിലും വെച്ച് ഏറ്റവും നല്ലതായിട്ട് വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള പ്ലേ ആയിട്ടാണ് അറിയപ്പെടുന്നത്. 1967 അത് ഫസ്റ്റ് ടൈം അത് എനാക്ട് ചെയ്യപ്പെട്ടുവെങ്കിലും 1971 ആയപ്പോഴേക്കും അതിൻ്റെ ഒരു മൂവി ഫോം, ഇദ്ദേഹത്തിൻ്റെ ഒരു കൊളാബറേഷൻ, അദ്ദേഹം അത് സ്ക്രീൻ പ്ലേ റൈറ്ററായിരുന്നു, സ്ക്രീൻ പ്ലേ എഴുതിയിട്ട് ഇതിനൊരു മൂവി ഫോമിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് ഡ്രമാറ്റിസ്റ്റാണ് സുധീന്ദ്ര സർക്കാർ. സുധീന്ദ്ര സർക്കാർ 15 July 1925 to 13 May 2011, also known as Badal Sirkar, was an influential Indian dramatist and theatre director, most known for his anti-establishment plays during the Naxalite movement in the 1970s and taking theatre out of the proscenium and into public arena when he transformed his own theatre company, Shatabdi, which was established in 1967 for proscenium theatre, as a third theatre group. ബദൽ സർക്കാർ എന്നറിയപ്പെട്ട സുധീന്ദ്ര സർക്കാർ, അദ്ദേഹം ജനിക്കുന്നത് 1925 മരിച്ചത് 2011. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് തേർഡ് തിയേറ്റർ എന്നായിരുന്നു. അദ്ദേഹം കൽക്കട്ടയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം എഴുതിയിരുന്നത് 1970s, അതായത് നക്സലൈറ്റ് മൂവ്മെൻറ്റ് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ വർക്കുകളെന്ന് പറയുന്നത് ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്ലേസ് ആയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന പല കാര്യങ്ങളെയും പല ചിന്തകളെയും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്ലേസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്നത് പോലെ തേർഡ് തിയേറ്ററിൻ്റെ ഫാദർ എന്നറിയപ്പെട്ടു. അതായത് ഈ തേർഡ് തിയേറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം നിലവിൽ കൊണ്ടുവന്നൊരു കാര്യമാണ്. തിയേറ്ററിനെ പ്രൊസേനിയത്തിനകത്തു നിന്ന് പബ്ലിക്കിലോട്ട്, ഒരു പബ്ലിക് അരീനയിലോട്ട് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പം അങ്ങനെ കൊണ്ടുവരപ്പെട്ടപ്പോഴേക്കും ആ ഒരു രീതിക്ക് അന്ന് അറിയപ്പെട്ടിരുന്ന പേരാണ് തേർഡ് തിയേറ്റർ. അദ്ദേഹത്തിൻ്റെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന ശതാബ്ദി എന്നറിയപ്പെടുന്ന തിയേറ്റർ, അതായത് സാധാരണ പോലെയുള്ള ഒരു തിയേറ്റർ, അതിനെ അദ്ദേഹം ഒരു പബ്ലിക് ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ട് അതൊരു തേർഡ് തിയേറ്ററായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പം തേർഡ് തിയേറ്റർ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ തിയേറ്ററിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയ ആൾക്കാരോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് തിയേറ്ററിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയവരോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. സാധാരണക്കാരായ ആൾക്കാരായിരിക്കും ഈ ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പിനകത്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് തേർഡ് തിയേറ്റർ എന്നറിയപ്പെടുന്നത്. ഹി റോട്ട് മോർ ദാൻ 50 plays, ഓഫ് വിച്ച് എബങ് ഇന്ദ്രജിത്ത്, ബാസി ഖബർ ആൻഡ് സാരി രാത് ആർ വെൽ നോൺ ലിറ്റററി പീസസ്. ഇത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന വർക്കുകളാണ്.
A pioneer figure in street theatre as well as in experimental and contemporary Bengali theatre with his egalitarian third theatre, he prolifically wrote scripts for his courtyard stage performances and remains one of the most translated Indian playwrights. Though his early comedies were popular, it was his angst-ridden Evam Indrajit that became a landmark play in Indian theatre. സ്ട്രീറ്റ് തിയേറ്ററിലെ ഒരു പയനിയറിംഗ് ഫിഗർ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്, ബദൽ സർക്കാരാണ്. അദ്ദേഹത്തിന് സ്ട്രീറ്റ് തിയേറ്ററിന് വേണ്ടിയിട്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ആയിട്ടുള്ള ദ തേർഡ് തിയേറ്റർ, അതായത് കോർട്ടിയർ സ്റ്റേജ് എന്നാണ് അത് അറിയപ്പെടുന്നത്, ഔട്ട്ഡോർ സ്പേസിലായിരിക്കും അത് എനാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മറ്റ് പല ഭാഷകളിലും ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യൻ പ്ലേ റൈറ്റ് കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്ലേ ആയിട്ടുള്ള ഏവം ഇന്ദ്രജിത്ത് ആൻഡ് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആ ഒരു വർക്ക്, അത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ തിയേറ്റർ പ്ലേയിൽ തന്നെ, ആ ഒരു ജാനറിൽ തന്നെ ഒരു വലിയ ലാൻഡ്മാർക്കായിട്ട് പറയാവുന്ന ഒരു വർക്കായിരുന്നു. ടുഡേ ഹിസ് റൈസ് ആസ് എ പ്രോമിനൻറ്റ് പ്ലേറൈറ്റ് ഇൻ 1960s is seen as the coming of age of modern Indian playwriting in Bengali, just as Vijay Tendulkar did it in Marathi, Mohan Ragesh in Hindi and Girish Karnad in Kannada. 1960s വളരെ ഫേമസ് ആയ വളരെ പ്രോമിനൻ്റ് ആയ ഒരു പ്ലേറൈറ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവെന്ന് പറയുന്നത് വളരെ ബംഗാളിയിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കടന്നു വരവും അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേ ആക്ടിങ്ങും അതുപോലെ എഴുത്തുമൊക്കെ എന്ന് പറയുന്നത് വിജയ് ടെണ്ടുൽക്കർ മറാത്തിയിൽ ചെയ്തതുപോലെയും അല്ലെങ്കിൽ മോഹൻ രാഗേഷ് ഹിന്ദിയിൽ ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ഗിരീഷ് കർണാട് കന്നഡയ്ക്ക് കൊടുത്തൊരു സംഭാവന പോലെയൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1972, സംഗീത് നാടക് അക്കാദമി അവാർഡ് ഇൻ 1968 ആൻഡ് ദ സംഗീത് നാടക് അക്കാദമി ഫെലോഷിപ്പ്, ദ ഹയസ്റ്റ് ഓണർ ഇൻ ദ പെർഫോമിംഗ് ആർട്സ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1997. അപ്പോൾ ഈ പറയുന്ന അവാർഡ്സൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാണ്. പത്മശ്രീ, സംഗീത നാടക അക്കാദമി അവാർഡ്, അതുപോലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, ഈ പറയുന്ന ബഹുമതികളെല്ലാം അദ്ദേഹത്തിന് ഈ പറയുന്ന കാലഘട്ടത്തിലെല്ലാം കിട്ടിയതാണ്. ബദൽ സർക്കാർ did experiments with theatrical environments such as stage, costumes and presentation and established a new genre of theatre called third theatre. In third theatre approach, he created a direct communication with audience and emphasized on impressionist acting along with realism. He started his acting career in 1951 when he acted in his own play Bara Trishna, performed by Chakra, a theatre group. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, തിയേറ്ററിക്കൽ എൻവയോൺമെൻറ്റിനകത്ത് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേജിനകത്തും കോസ്റ്റ്യൂംസിലും അതുപോലെ പ്രസൻറ്റേഷനിലും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്തൊരു പുതിയ ജാനറായിരുന്നു തേർഡ് തിയേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ തേർഡ് തിയേറ്റർ അപ്രോച്ചിനകത്ത് അദ്ദേഹം ഓഡിയൻസുമായിട്ടൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം എംഫസൈസ് ചെയ്തത് എക്സ്പ്രഷനിസവും അതുപോലെ റിയലിസവുമായിരുന്നു. രണ്ടിനും അദ്ദേഹം ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇപ്പോൾ റിയലിസം എന്ന് പറയുന്നത് നമുക്ക് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ്സും അതുപോലെ എക്സ്പ്രഷൻസൊക്കെ ആയിരിക്കും. എക്സ്പ്രഷനിസം എന്ന് പറയുമ്പോഴേക്കും അവിടെ കുറച്ചുകൂടെ എക്സാജറേഷൻ ആഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും. അത് ഡയലോഗാണെങ്കിലും വളരെ എക്സാജറേറ്റീവ് ആയിട്ടുള്ള ഡയലോഗ്സും അവരുടെ ഇമോഷൻസൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ അത് ഓഡിയൻസിനത് കാണുമ്പോഴേക്കും അത് എക്സാജറേഷൻ കൂടുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ആ ടൈപ്പാണ് എക്സ്പ്രഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പും അദ്ദേഹത്തിൻ്റെ തിയേറ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതുപോലെ അദ്ദേഹം 1951 അദ്ദേഹം ആക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തന്നെ വർക്കിനകത്ത് അദ്ദേഹം ആക്ട് ചെയ്യാൻ തുടങ്ങി. ഹിസ് പ്ലേസ് റിഫ്ലക്റ്റഡ് ദ അട്രോസിറ്റീസ് ദറ്റ് പ്രിവെയിൽഡ് ഇൻ ദ സൊസൈറ്റി, ദ ഡീക്കേഡ് ഹൈറാർക്കിക്കൽ സിസ്റ്റം ആൻഡ് വെർ സോഷ്യലി എൻലൈറ്റനിങ്. He is a proponent of the third theatre movement that stood ideologically against the state. Third theatre involved street plays with actors being acted differently than the audience. Also, the formal bindings of the proscenium theatre was given up. അദ്ദേഹത്തിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. അതായത് സൊസൈറ്റിയിൽ അന്ന് നിലനിന്നിരുന്ന പല അട്രോസിറ്റീസും അദ്ദേഹത്തിൻ്റെ പ്ലേസ് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഈ ഒരു തേർഡ് തിയേറ്റർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും അത് സ്റ്റേറ്റിൻ്റെ ഐഡിയോളജിക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരു തിയേറ്റർ ഗ്രൂപ്പായിരുന്നു. ഈ തേർഡ് തിയേറ്ററിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അത് സ്ട്രീറ്റ് പ്ലേസ് ആണ് കൂടുതലും. അതിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഓഡിയൻസിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലൊരു കോസ്റ്റ്യൂമൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അവരുടെ അറ്റയർ എന്ന് പറയുന്നത് തികച്ചും ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ഏകദേശം ഓഡിയൻസും ആക്ട് ചെയ്യുന്ന ആൾക്കാരും ഏകദേശം തുല്യരാണ്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഒരേ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, സൊസൈറ്റിയിലെ സെയിം പാർട്ടാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂം തന്നെയാണ് അവരും ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു സാധാരണ കൺവെൻഷനായിട്ട് ഉണ്ടായിരുന്ന തിയേറ്റർ, പ്രൊസൈനിയൻ തിയേറ്റർ, അതായത് സ്റ്റേജും മറ്റ് സെറ്റിങ്സൊക്കെ കൂടെയുള്ള ആ ഒരു ടൈപ്പ് തിയേറ്റർ, അതിൻ്റെ എല്ലാ ഫോമലായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പ് അതിനൊക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. സർക്കസ് ഫോമ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ തേർഡ് തിയേറ്റർ പ്ലേ സെറ്റ് ആസ് ഓൾവേസ് ഇൻ എൻ അർബൻ ബാക്ക്ഗ്രൗണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫോമ എന്ന് പറയുന്ന ഒരു തിയേറ്ററാണ്. നെക്സ്റ്റ് പ്ലേ റൈറ്റ് ആണ് സഫ്ദർ ഹാഷ്മി. ഹി വാസ് ബോൺ ഇൻ 12th April 1954 and died in 2nd January 1989. He was a communist playwright and director, best known for his work with street theatre in India. സഫ്ദർ ഹാഷ്മി എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹം 1954 ജനിക്കുന്നു, 1989 മരിക്കുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്ലേ റൈറ്റാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത് സ്ട്രീറ്റ് തിയേറ്റർ ഉൾപ്പെടുന്ന വർക്കാണ് അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് വരുന്നത്. He was also an actor, lyricist and theorist, and he is still considered an important voice in Indian political theatre. He was an activist of the Students' Federation of India. അദ്ദേഹം പ്ലേ റൈറ്റ് മാത്രമല്ല, ആക്ടർ കൂടെയാണ്, ലിറിസിസ്റ്റാണ്, തിയറിസ്റ്റാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ പൊളിറ്റിക്കൽ തിയേറ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വോയിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്ലേ റൈറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു SFI അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു ആക്ടിവിസ്റ്റ് കൂടെയാണ്. സഫ്ദർ ഹാഷ്മി വാസ് ബോൺ ഓൺ 12th April 1954 in Delhi to Hanif and Qamar Azad Hashmi. He spent the early part of his life in Delhi and Aligarh, where he grew up in a liberal environment and went on to complete his schooling in Delhi. അദ്ദേഹത്തിൻ്റെ പാരൻസാണ് ഹനീഫ്, അതുപോലെ ഖമർ അസദ് ഹാഷ്മി. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം സ്പെൻഡ് ചെയ്തത് ഡൽഹിയിലും അലിഗറിലുമായിട്ടായിരുന്നു. ഡൽഹിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹാഷ്മി co-founded the ജനനാട്യ മഞ്ച് or People's Theatre Front with the acronym JANAM, meaning birth in Hindi, in 1973. JANAM grew out of the Indian People's Theatre Association and was associated with the Communist Party of India Marxist, with which he was actively involved in the 1970s. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്നറിയപ്പെടുന്ന ഒരു അസോസിയേഷൻ അത് എസ്റ്റാബ്ലിഷ് ആവുന്നത് 1943 അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഗ്രൂപ്പായിരുന്നു, ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു പീപ്പിൾസ് തിയേറ്റർ ഫ്രണ്ട്. ഇത് അദ്ദേഹം കൂടെ ഹാഷ്മിയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫൗണ്ടേഷനായിരുന്നു. ഈ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് വർക്ക് ചെയ്തിരുന്നത്. 1970s അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. When Indian Prime Minister Indira Gandhi was accused of rigging the elections, he produced a street play, Kursi Kursi Kursi, or Chair Chair Chair, as a reaction to the controversy. The play narrates the story of a king whose throne moves with him when he attempts to give it up in favor of an elected representative. The play was performed every day for a week at the Boat Club Lounge in New Delhi, then a hub of political activity. It proved to be a turning point for Jana. ഈ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹം എലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തു എന്നറിയപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം അതിനെ ബേസ് ചെയ്ത് ഒരു സ്ട്രീറ്റ് പ്ലേ അദ്ദേഹം തയ്യാറാക്കി. ആ പ്ലേയുടെ പേര് ഇങ്ങനെയായിരുന്നു, ചെയർ ചെയർ ചെയർ. ഓക്കെ, ആ ഒരു കോൺട്രവേഴ്സി റിലേറ്റ് ചെയ്താണ് അദ്ദേഹം അത് എഴുതിയത്. അതിൻ്റെ കഥ ഇങ്ങനെയാണ്, ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ത്രോൺ അദ്ദേഹം ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ
അദ്ദേഹം പോകുന്ന സ്ഥലത്തെല്ലാം അതും കൂടെ പോകുന്നു. അങ്ങനെ ഒരു തീമിലാണ് അദ്ദേഹം അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പിൻ്റെ തന്നെ കരിയറിലൊരു ടേണിംഗ് പോയിൻ്റായിട്ട് പറയാവുന്നതാണ്. Until 1975, Jana performed open-air proscenium and street plays for mass audiences. When Indira Gandhi imposed a state of emergency and made political theatre difficult, Hashmi began to work as a lecturer in English literature in universities in Garhwal, Kashmir and Delhi. 1975 വരെയും ഈ ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പ് അവർ സ്ട്രീറ്റ് പ്ലേസും അതുപോലെ തന്നെ ഓപ്പൺ എയർ പ്രൊസേനിയുമൊക്കെ അവർ മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് അവർ പെർഫോം ചെയ്തു. എന്നാൽ ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്ത് ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പ് അത് വർക്ക് ചെയ്തെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് വന്നു. അങ്ങനെ വന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പല യൂണിവേഴ്സിറ്റീസിലും ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. When emergency ended in 1977, he returned to political activism, and in 1978, Janam took to street theatre in a big way with Machine, which was performed for a trade union meeting of over 2 lakh workers on 20 November 1978. This was followed by plays on the distress of small peasants, on clerical fascism, on unemployment, on violence against women, and on inflation, etc. 1977 എമർജൻസി അവസാനിച്ചു. അപ്പോഴേക്ക് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായിട്ട് അദ്ദേഹം വീണ്ടും വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. 1978 ജനം അതിൻ്റെ സ്ട്രീറ്റ് തിയേറ്റർ പെർഫോമൻസ് അത് വളരെ നല്ല രീതിയിൽ അത് വിപുലീകരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ സമയത്ത് എനാക്ട് ചെയ്യപ്പെട്ട ഒരു പ്ലേ ആയിരുന്നു മെഷീൻ. അതൊരു ട്രേഡ് യൂണിയൻ മീറ്റിങ്ങിലാണ് ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന വർക്കേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് അത് എനാക്ട് ചെയ്യപ്പെട്ടത്. അതിന് കണ്ടിന്യൂഷനായിട്ട് വളരെ വലിയ രീതിയിലുള്ള പല തീംസ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്ലേസ് അദ്ദേഹം വീണ്ടും എനാക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിലുൾപ്പെടുന്ന പല തീംസ് എന്ന് പറയുന്നത് ഡിസ്ട്രസ് ഓഫ് പെസൻസ്, അതുപോലെ ക്ലറിക്കൽ ഫാസിസം, അൺഎംപ്ലോയ്മെൻറ്റ്, വയലൻസ് അഗെൻസ്റ്റ് വിമൻ, ഇൻഫ്ലേഷൻ, ഇൻക്രീസ് ഇൻ പ്രൈസ്, വില വർധനം, ഇങ്ങനെ പല കാര്യങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീംസ് ആയിരുന്നത്. ഹാഷ്മി also produced several documentaries and a TV serial for Doordarshan, including Khilti Kalyan, Flowers in Bloom, which examined rural empowerment. He also wrote books for children and criticism of the Indian stage. പ്ലേസ് മാത്രമല്ല, അദ്ദേഹം ദൂരദർശന് വേണ്ടിയിട്ടും TV സീരിയലിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്ററീസും എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിൽഡ്രൻസ് ബുക്ക്, കുട്ടികൾക്കുള്ള ബുക്കുകളും അതുപോലെ ഇന്ത്യൻ സ്റ്റേജിൻ്റെ ക്രിറ്റിസിസമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളായിരുന്നു. In 1979, he married his comrade and theatre actress Molly Shree. Later, he worked for the Press Trust of India and the Economic Times as a journalist, and then became Press Information Officer of the government of West Bengal in Delhi. In 1984, he gave up his job and devoted himself full-time to political activism. 79 അദ്ദേഹം വിവാഹം കഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോമ്രേഡ് തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം വർക്ക് ചെയ്തത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതിനുവേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ദ എക്കണോമിക് ടൈംസിൽ അദ്ദേഹം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ പ്രസ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. 84 അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു ഫുൾ ടൈം പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് കണ്ടിന്യൂ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് സഫ്ദർ ഹാഷ്മിയെക്കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഈ 3 പ്ലേ റൈറ്റ്സിനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വായിച്ച് കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തുക. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.